ശരി മോളെ. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ സത്സംഗം ആരംഭിക്കുകയാണ്. എല്ലാ ദിവസത്തെയും പോലെ ഈ ഒരു കർമ്മത്തെ ആ സർവേശ്വരൻ്റെ ആ പ്രകൃതി ശക്തിയുടെ പാദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഭാഗവതം പറയാനും കേൾക്കാനുമുള്ള അനുഗ്രഹവും അനുവാദവും നൽകണേ സർവേശ്വര. ഓം നമഃ ശിവായ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം നമോ നാരായണായ. ശ്രീമദ് മഹാഭാഗവതം ചതുർത്ഥസ്കന്ധം അധ്യായം 6. ബ്രഹ്മാവും മറ്റ് ദേവന്മാരും മഹാദേവനെ സംതൃപ്തനാക്കുന്നു. അതാണ് ഈ അധ്യായത്തിലെ വിഷയം. അതായത് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ കണ്ടു നിർത്തിയത് കോപിഷ്ഠനായ മഹാദേവൻ്റെ കോപത്തിൽ നിന്നും വീരഭദ്രസ്വാമികൾ ഉണ്ടായത് കണ്ടു. വീരഭദ്രസ്വാമികളുടെ നേതൃത്വത്തിൽ മഹാദേവൻ്റെ ഭൂതഗണങ്ങൾ ദക്ഷൻ നടത്തുന്ന യജ്ഞശാലയിലെത്തി ആ യജ്ഞശാല മുഴുവൻ നശിപ്പിച്ച് അഗ്നിക്കിരയാക്കുകയും ചെയ്തു. ഈ കർമ്മത്തിൻ്റെ ഈ പ്രവൃത്തിയുടെ ഒരു പ്രത്യാഘാതം ദേവന്മാരെ കൂടി ബാധിച്ചിരുന്നു. കാരണം ദേവന്മാരൊക്കെ അതിൽ സന്നിഹിതരായിരുന്നു അല്ലേ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പേടിച്ച് വരേണ്ട ഓടുകയുണ്ടായത്. അപ്പോൾ അങ്ങനെ ഭയചകിതരായ ദേവന്മാർ നേരെ രക്ഷയ്ക്കായിട്ട് ബ്രഹ്മാവിൻ്റെ അടുത്തേക്കാണ് ചെന്നത്. എന്നിട്ട് ബ്രഹ്മദേവനോട് ഉണർത്തിക്കുകയും ബ്രഹ്മദേവൻ ഉൾപ്പെടെയുള്ള ഈ ദേവന്മാരെല്ലാവരും കൈലാസത്തിൽ ചെന്ന് മഹാദേവൻ്റെ പാദങ്ങളിൽ ശരണാഗതി അടഞ്ഞ് അദ്ദേഹത്തെ സംതൃപ്തനാക്കുന്നു. അതാണ് നമ്മൾ ഈ അധ്യായത്തിൽ കാണുന്നത്. അപ്പോൾ ശ്ലോകം 1ഉം 2ഉം ഒരുമിച്ചാണ്. മൈത്രേയ ഉവാച. മൈത്രേയ മഹർഷി വിതുരരോട് പറയുകയാണ്. അഥ ദേവഗണാ സർവേ രുദ്രാ അനീകൈഃ പരാജിതഃ ശൂല പട്ടിശ നിസ്ത്രിംശ ഗദാ പരിഘ മുദ്ഗരൈഃ. അഥാ ദേവഗണാ സർവേ രുദ്രാ അനീകൈഃ പരാജിതഃ ശൂല പട്ടിശ നിസ്ത്രംശ ഗദാ പരിഘ മുദ്ഗരൈഃ സംഛിന്ന ഭിന്ന സർവാംഗ സാത്വിക് സഭ്യ ഭയാകുലാഃ സ്വയംഭുവേ നമസ്കൃത്യ കർസ്ന്യേന ഏതത് ന്യവേദയൻ. അതാ അതിനുശേഷം, അതായത് ദക്ഷൻ്റെ യജ്ഞശാല നാമാവശേഷമാക്കിയതിന് ശേഷം സർവേ ദേവഗണ എല്ലാ ദേവഗണങ്ങളും രുദ്ര അനീകൈ പരാജിതഃ രുദ്ര അനീകൈ മഹാദേവൻ്റെ ആ ഭൂതഗണങ്ങളാൽ പരാജയപ്പെട്ട ഭഗവാന്റെ ഭൂതഗണങ്ങളുടെ ആ ഒരു അക്രമത്തിൽ പരാജയപ്പെട്ടു പോയ എല്ലാ ദേവഗണങ്ങളും. ഇനി പരാജയം മാത്രമല്ല ഉണ്ടായത്, ശൂല, അതായത് ഈ ഭൂതഗണങ്ങളുടെ കയ്യിലുള്ള ആയുധങ്ങളുടെ പേരാണ് പറയുന്നത്. ശൂലം, ത്രിശൂലം, പട്ടിശം എന്നാൽ മൂർച്ചയേറിയ കുന്തം, പിന്നെ നിസ്ത്രിംശഹ എന്ന് പറഞ്ഞാൽ ഒരു വാള്, ഗദ, പരിക എന്ന് വെച്ചാൽ ഇരുമ്പിൻ്റെ ഉലയ്ക്ക, മുദ്ഗരൈ ചുറ്റിക പോലെയുള്ള ഒരു ആയുധം. അപ്പം ഇവ കൊണ്ടൊക്കെയുള്ള പ്രഹരമേറ്റിട്ട് സംഛിന്ന ഭിന്ന സർവാംഗം ശരീരാവയവങ്ങളിൽ എല്ലായിടത്തും മുറിവുകൾ ഏൽക്കപ്പെട്ട ആ എല്ലാ ദേവഗണങ്ങളും സാത്വിക് സഭ്യ ഭയാകുല, സാത്വിക് സദ്യ എന്ന് വെച്ചാൽ യജ്ഞശാലയിലുള്ള ഋത്വിക് സഭ്യ, അപ്പൊ യജ്ഞശാലയിലുള്ള എല്ലാ പുരോഹിതന്മാരും എല്ലാ അംഗങ്ങളും ഭയാകുല ഭയപ്പെട്ടിട്ട് സ്വയംഭുവേ ആ സ്വയം ജനിച്ച അല്ലെങ്കിൽ സ്വയംഭൂവായിട്ടുള്ള ബ്രഹ്മാവിനെ ചെന്ന് കണ്ട് നമസ്കൃത്യ അദ്ദേഹത്തെ നമസ്കരിച്ചുകൊണ്ട് കാർസ്നേന എന്ന് വെച്ചാൽ വളരെ വിശദമായിട്ട് ഏതത്ത് ആ സംഭവം ദക്ഷൻ്റെ യാഗശാലയിൽ ഉണ്ടായ ആ സംഭവത്തെ നിവേദയൻ പറഞ്ഞു കേൾപ്പിച്ചു കൊടുത്തു ബ്രഹ്മാവിനെ എന്ന്. അപ്പോൾ ആ യജ്ഞശാലയിൽ മഹാദേവൻ്റെ ഭൂതഗണങ്ങളുടെ കയ്യിലുള്ള ത്രിശൂലം, ഇരുമ്പുലക്ക, വാള്, കുന്തം, അതുപോലെ തന്നെ ചുറ്റിക പോലെയുള്ള ആയുധങ്ങളുടെ പ്രഹരമേറ്റ് ശരീരമാകെ മുറിവേറ്റ് അങ്ങനെ പരാജയപ്പെട്ട് പോയ ആ യജ്ഞശാലയിലെ പുരോഹിതന്മാരും ദേവന്മാരും ഒക്കെ പേടിച്ച് ഭയന്ന് ബ്രഹ്മാവിനെ പോയി കണ്ട് ബ്രഹ്മാവിനെ പ്രണമിച്ചുകൊണ്ട് യജ്ഞശാലയിൽ ദക്ഷൻ്റെ യാഗശാലയിൽ നടന്ന സംഭവങ്ങൾ, മഹാദേവൻ്റെ
ഭൂതഗണങ്ങൾ വന്നതും വീരഭദ്രസ്വാമികൾ വന്നതും ഉണ്ടാക്കിയ നാശങ്ങളും ഒക്കെ ബ്രഹ്മാവിനെ വിശദമായി പറഞ്ഞു കേൾപ്പിച്ചു. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ? അതായത് ദക്ഷൻ നടത്തുന്ന ആ യജ്ഞ മഹോത്സവത്തിലേക്ക് സതീദേവി ഭവനത്തിൻ്റെ മുന്നിലിരിക്കുമ്പോൾ ഒരുപാട് ദേവന്മാർ അതിലേക്ക് ആ യജ്ഞ മഹോത്സവത്തിൽ പങ്കെടുക്കാൻ പോകുന്നതായിട്ട് അതിനെക്കുറിച്ച് വർണ്ണിച്ചതായിട്ട് നമ്മൾ കണ്ടു അല്ലേ? അത് നമ്മൾ മനസ്സിലാക്കി. പക്ഷേ ആ യജ്ഞത്തിൽ പങ്കെടുക്കാത്ത ചിലരുണ്ടായിരുന്നു. അത് ആരൊക്കെയാണെന്ന് ശ്രദ്ധിച്ചോ? മഹാദേവനെ പിന്നെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഭഗവാൻ പോയില്ല. വേറെയും കുറച്ച് പേര് പോവാതിരുന്നിരുന്നു, 2 പേര്. അതാരായിരുന്നു? അല്ല, മഹാവിഷ്ണുവും ബ്രഹ്മദേവനും. അവര് പോയതായിട്ട് നമ്മൾ ആ ഭാഗത്ത് പറഞ്ഞു കേട്ടോ. ഏറ്റവും ആദ്യത്തെ ഈ ഒരു യജ്ഞം നടത്താനുള്ള കാര്യങ്ങളെ ചർച്ച ചെയ്യുന്ന സഭയിൽ ബ്രഹ്മാവ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ യജ്ഞ മഹോത്സവത്തിലേക്ക് പോകുന്ന ആളുകളെ വിശദീകരിച്ചപ്പോൾ അതിൽ ബ്രഹ്മദേവനെയോ മഹാവിഷ്ണുവിനെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മഹാദേവനെ പിന്നെ ക്ഷണിച്ചിട്ടില്ല, അപ്പം അദ്ദേഹം പോയിട്ടില്ല. അപ്പം ചുരുക്കി പറഞ്ഞാൽ ആ യജ്ഞ മഹോത്സവത്തിൽ ആരുണ്ടായിരുന്നില്ല? ത്രിമൂർത്തികളും 3 പേരും ഉണ്ടായിരുന്നില്ല അല്ലേ? അതാണ് യാഥാർത്ഥ്യം. അതിൽ ത്രിമൂർത്തികൾ 3 പേരും ഉണ്ടായിരുന്നില്ല. അതാണ് 3-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അതിൻ്റെ കാരണം ഉപലഭ്യ പുരായേവ ഏതത് ഭഗവാൻ അബ്ജസംഭവഃ നാരായണഃ ച വിശ്വാത്മാ ന കസ്യ അധ്വരം ഈയതുഹു. ഉപലഭ്യ എന്ന് വെച്ചാൽ അറിഞ്ഞിരുന്നു. പുരായേവ പണ്ടേ തന്നെ ഏതത് ഇതിങ്ങനെ സംഭവിക്കുമെന്ന്, ദക്ഷൻ നടത്തുന്ന യജ്ഞ മഹോത്സവം ഇങ്ങനെ നശിച്ചു പോകുമെന്ന് പണ്ടേ തന്നെ മുൻകൂട്ടി തന്നെ അറിഞ്ഞിരുന്നു എന്ന്. ആരൊക്കെ? അബ്ജസംഭവ ഭഗവാനായിട്ടുള്ള താമരപ്പൂവിൽ സംഭവിച്ച ആ ബ്രഹ്മാവും നാരായണഃ വിശ്വാത്മാ വിശ്വത്തിൻ്റെ ആത്മാവായിരിക്കുന്ന സർവാത്മാവായിരിക്കുന്ന ശ്രീ മഹാവിഷ്ണുവും ഇല്ല എന്നെന്ന്. കസ്യ എന്ന് വെച്ചാൽ ദക്ഷൻ്റെ ആ യജ്ഞശാലയിൽ, അധ്വരം എന്ന് വെച്ചാൽ യജ്ഞശാലയിൽ, ഈയതു എന്ന് വെച്ചാൽ പോവുക. അപ്പോൾ പോയില്ല എന്ന്. ദക്ഷൻ നടത്തുന്ന ആ യജ്ഞശാലയിലേക്ക് യജ്ഞ മഹോത്സവം നേരാവണ്ണം നടക്കില്ല എന്ന്, അത് ഇങ്ങനെ നശിച്ചു പോകുമെന്ന് മഹാവിഷ്ണുവിനും ബ്രഹ്മാവിനും അറിയാവുന്നത് കൊണ്ട് അവർ 2 പേരും ദക്ഷൻ്റെ യജ്ഞശാലയിലേക്ക് അവർ ക്ഷണിക്കപ്പെട്ടു എങ്കിൽ പോലും അവർ പോയില്ല. കാരണം അവർ മുൻകൂട്ടി മനസ്സിലാക്കിയിരുന്നത് ഇങ്ങനെ സംഭവിക്കുള്ളൂ എന്ന്. അതെന്തുകൊണ്ടാണ് അവർ മുൻകൂട്ടി മനസ്സിലാക്കിയിരുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് 2 പേർക്ക് പോലും, ബ്രഹ്മാവിനും മഹാവിഷ്ണുവിനും പോലും പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയാത്ത ശക്തിയോടും ബലത്തോടും വീര്യത്തോടും തത്വത്തോടും കൂടിയവനാണ് മഹാദേവൻ. മഹാദേവനെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുക ബ്രഹ്മാവിനും വിഷ്ണുവിന് പോലും സാധിച്ചിട്ടില്ല എന്ന് മഹാദേവൻ്റെ തത്വം. നമ്മൾ ഏറ്റവും നിസ്സാരം പറയില്ലേ, നമ്മൾ മഹാദേവൻ്റെ ക്ഷേത്രത്തിൽ പോയാൽ പൂർണ്ണ വലം വെക്കില്ല, തിരിച്ചിങ്ങോട്ട് പോരും. കാരണം മനുഷ്യൻ്റെ കാര്യം പോട്ടെ, ത്രിമൂർത്തികളിൽ ബ്രഹ്മാവിനും വിഷ്ണുവിന് പോലും മഹാവിഷ്ണുവിന് പോലും മഹാദേവൻ്റെ തത്വത്തെ പൂർണ്ണമായി ഇപ്പോഴും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ആ ഭഗവാന്റെ മനസ്സൊന്ന് നൊന്താൽ സംഭവിക്കുന്നതൊന്നും നല്ലതായിരിക്കില്ല എന്ന് അവർക്കും അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഇതൊന്നും നടക്കാൻ പോണില്ല. ഇവരൊക്കെ ഇങ്ങനെ പാട്ടും മേളവും ആഭരണങ്ങളും ആടയാഭരണങ്ങളും ഒക്കെ ആയിട്ട് സന്തോഷമായിട്ട് പൊക്കോട്ടെ, ഇതൊന്നും അവിടെ നടക്കാൻ പോണില്ല എന്ന് അവർക്ക് 2 പേർക്കും മനസ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ആ യജ്ഞ മഹോത്സവത്തിൽ പോയില്ല. ശ്ലോകം 4. തത് ആകർണ്യ വിഭുഃ പ്രാഹ തേജീയസി കൃതാഗസി ക്ഷേമായ തത്ര സാ ഭൂയാത്ന പ്രായേണ ബുഭൂഷതാം. തത് ആകർണ്യ. അപ്പോൾ ആ ബ്രഹ്മാവിൻ്റെ അടുത്തേക്ക് ചെന്ന ആ ദേവന്മാര് എല്ലാവരും, ആ ദേവന്മാർ പറഞ്ഞതെല്ലാം ആകർണ്യ കേട്ടിട്ട് വിഭു ആ ബ്രഹ്മാവ് പ്രാഹ ഇപ്രകാരം ദേവന്മാരോട് മറുപടി പറഞ്ഞു എന്ന്. ആ പറഞ്ഞത് എന്താണെന്നറിയോ? ആദ്യം തന്നെ ഒരു തത്വമാണ് പറഞ്ഞത്. തേജീയസി നല്ല തേജസ്സുള്ള മഹാത്മാവായിട്ടുള്ള ഒരാൾ കൃത ആഗസി ആ വ്യക്തിയിൽ നിന്നും എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിക്കുകയാണെങ്കിൽ
അത് ബുഭൂഷതാം എന്ന് വെച്ചാൽ അർത്ഥം അത് ആഗ്രഹിച്ചിരുന്നവർക്ക്, അതായത് ആ തേജസ്സുള്ള മഹാത്മാവായ ഒരു വ്യക്തി ഒരു തെറ്റ് ചെയ്ത് കാണാൻ ആഗ്രഹിച്ചിരുന്നവർക്ക്. ശത്രുത കൊണ്ടല്ല അങ്ങനെ ആഗ്രഹിക്കുന്നത്, എങ്കിൽ പോലും നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ നല്ലോണം എന്തെങ്കിലും തരത്തിലൊരു പുരോഗതിയിലേക്ക്, നല്ല രീതിയിലേക്ക്, നല്ലൊരു തേജസ്സോ മഹാത്മ്യമൊക്കെ നിറഞ്ഞ രീതിയിലേക്ക് വളർന്നു വരുമ്പോൾ ഇവരൊക്കെ എങ്ങനെ ഇതൊക്കെ ഇങ്ങനെ സാധിക്കണേ എന്ന് പറഞ്ഞിങ്ങനെ നോക്കിയിരിക്കും. അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് വരുന്നുണ്ടോ എന്ന് നോക്കി ഇങ്ങനെ ഇരിക്കുന്ന ചില ആൾ, അത് ശത്രുത കൊണ്ടല്ല, ഒരു അതിശയം കൊണ്ട് പോലും അങ്ങനെ നോക്കിയിരിക്കും അല്ലേ. ചുറ്റുമുള്ളവർ അവർ ചെറിയ ഇപ്പം എന്തെങ്കിലും ഒന്ന് ആരെങ്കിലും വരുമ്പോൾ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുന്നില്ലേ, ഒന്ന് സ്വീകരിക്കുന്നില്ലേ, ഒരു മര്യാദയോടെ ഒന്ന് സംസാരിക്കുന്നില്ലേ, നോക്കുന്നില്ലേ, ചിരിക്കുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് അവരുടെ പിന്നാലെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കും. അവരുടെ കയ്യിൽ നിന്ന് ഒരു ചെറിയ മിസ്റ്റേക്ക് വരണ്ടെങ്കിൽ അത് ഇങ്ങോട്ട് പറക്കിയെടുക്കാൻ വേണ്ടി. കാരണം അവരോടൊരു അതിശയമാണ്, അവരെങ്ങനെ ഇങ്ങനെ ഒരു സാധാരണ രീതിയിൽ ജീവിച്ച് ഇത്രയും മഹാത്മ്യത്തിലേക്ക് വളർന്നു എന്നുള്ള ഒരു അത്ഭുതം മനസ്സിൽ നിൽക്കുന്നവർ, അല്ലാണ്ട് ശത്രുത എന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അവർ പോലും ഇവരുടെ കയ്യിൽ നിന്ന് വരുന്ന ചെറിയ മിസ്റ്റേക്ക് ഇങ്ങനെ വരാൻ ആഗ്രഹിച്ച് ഇങ്ങനെ അത്ഭുതത്തോടെ അതിശയത്തോടെ നോക്കിയിരിക്കാറുണ്ട്. അതാണ് ബുഭൂഷത. ആ മിസ്റ്റേക്ക് തെറ്റ് വരാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് പോലും ക്ഷേമായ തത്ര, അത് അവരുടെ ക്ഷേമത്തിന് ആ വ്യക്തിയെ അങ്ങനെ ശ്രദ്ധിക്കുന്നവർ ഭൂയാത്ന പ്രായേണ എന്ന് വെച്ചാൽ സാധാരണയായിട്ട് ഭൂയാത്ന ക്ഷേമായ, അവരുടെ നന്മയ്ക്ക് ഉതകില്ല എന്നത്, നന്മയ്ക്ക് ഉപകരിക്കില്ല അങ്ങനെ ചിന്തിക്കുന്നത് എന്ന്. അതായത് ഒരു തത്വമാണ് പറഞ്ഞത്. നല്ല തേജസ്സവും മഹാത്മ്യവുമുള്ള ഒരു വ്യക്തിക്ക് അയാളിൽ നിന്ന് എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് വരുമ്പോൾ അത് കാണാൻ ആഗ്രഹിച്ച് അത് വരുന്നത് ഇങ്ങനെ നോക്കിയിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച്, സാധാരണ അങ്ങനെയുള്ള ആളുകൾ അവർക്ക് ചുറ്റും ഉണ്ടാവും. അപ്പോൾ അവരങ്ങനെ ഉള്ളിൽ ചിന്തിക്കുന്നത് പോലും, അവരുടെ ഒരു ചെറിയ തെറ്റ് മനസ്സിൽ ഇങ്ങനെ എന്നാലും അവരങ്ങനെ ചെയ്തില്ലേ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് പോലും ആ വ്യക്തിയുടെ, അതായത് തേജസ്സുള്ള വ്യക്തിയുടെ അല്ല, ആ ചിന്തിക്കുന്ന വ്യക്തിയുടെ നന്മയ്ക്ക് ഉപകരിക്കില്ല എന്ന്, നന്മയ്ക്കുള്ള വഴിക്ക് അത് തടസ്സം നിൽക്കും അങ്ങനെ ചിന്തിക്കുന്നത്. അവരുടെ കയ്യിൽ നിന്ന് മനുഷ്യ ശരീരത്തിലിരിക്കുന്നവരല്ലേ, ശരീരത്തിലിരിക്കുന്നതാ. ചിലപ്പോൾ നോക്കിയില്ല എന്ന് വരും, ചിലപ്പോൾ ചിരിച്ചില്ല എന്ന് വരും, ചിലപ്പോൾ എഴുന്നേറ്റില്ല എന്ന് വരും, ചിലപ്പോൾ സ്വീകരിച്ചില്ല എന്ന് വരും, ചിലപ്പോൾ പറഞ്ഞില്ല എന്ന് വരും, വിളിച്ചില്ല എന്ന് വരും. അതൊക്കെ സാധാരണയാണ്. ഓരോരുത്തർക്കും ഓരോ തിരക്കുകളും കാര്യങ്ങളാണ്. അവരുടെ ആ തെറ്റിനെയല്ല, അവരുടെ ഉള്ളിൽ ആ തേജസ്സിനെ, അവരുടെ ഉള്ളിൽ പ്രകാശിക്കുന്ന ആ മഹത്വത്തെയാണ് നമ്മൾ അറിയേണ്ടത്. അല്ലാതെ ചെറിയ ചെറിയ നോക്കിയില്ല, എഴുന്നേറ്റില്ല, ഇരുന്നില്ല, ഇങ്ങനെയുള്ള കുറ്റങ്ങൾ കണ്ടുപിടിക്കാനും അവരിൽ നിന്ന് ആ കുറ്റങ്ങൾ ഉണ്ടാവാൻ ആഗ്രഹിച്ചിരിക്കുകയും ചെയ്യുന്നവർക്ക് അത് അവരുടെ പുരോഗതിക്ക് തടസ്സമായി നിൽക്കും എന്ന് ബ്രഹ്മാവ് ആദ്യം ദേവന്മാരോട് പറയാനുള്ള കാരണം എന്തായിരുന്നു? മഹാദേവൻ എന്ന നിഷ്കളങ്ക, ഒരു അപരാധവും ചൂണ്ടിക്കാണിക്കാനില്ലാത്ത അത്രയ്ക്ക് പൂർണ്ണ നിഷ്കളങ്കനായ മഹാദേവനെ ദക്ഷൻ അപമാനിച്ചു. ഇനി അത് പോട്ടെ, അത് നിങ്ങൾ ദേവന്മാരാരും അതിനെ അന്ന് ചോദ്യം ചെയ്തില്ല. ഇനി അത് പോട്ടെ, ഇത്രയും വലിയ ഒരു മഹായജ്ഞം അവിടെ നടക്കുമ്പോൾ ഈ യജ്ഞത്തിൻ്റെ ദ്രവ്യങ്ങളെ സ്വീകരിക്കാൻ അർഹതപ്പെട്ടതാണ് എല്ലാ ദേവന്മാരും അല്ലേ. എല്ലാ ദേവന്മാരിലേക്കുമാണ് യജ്ഞത്തിൻ്റെ ഓഹരി ഓരോ ദേവന്മാരിലേക്കാണ് സ്വീകരിക്കുന്നത്. നിങ്ങളിൽ ഒരാളെ പോലെ അർഹതയുണ്ട് മഹാദേവനും ആ യജ്ഞത്തിൻ്റെ ഒരു ഭാഗം ഓഹരി സ്വീകരിക്കാൻ. അങ്ങനെയുള്ള ഞങ്ങളിലെ ഒരാളെ പോലെ തന്നെ ഞങ്ങൾ സ്വീകരിക്കുന്ന പോലെ മഹാദേവന് കിട്ടേണ്ട ഓഹരി മഹാദേവന് കിട്ടണം. അതിന് തടസ്സം നിന്ന് മഹാദേവന് ഇനി ആ ഓഹരി ഇല്ല എന്ന് പറഞ്ഞ ഒരാൾ നടത്തുന്ന യജ്ഞത്തിൽ ആ മഹാദേവനെ മാറ്റി നിർത്തിയോടത്തേക്ക് നിങ്ങൾ പോയി എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം അവൻ ചെയ്യുന്ന അധർമ്മത്തിന് നിങ്ങൾ കൂട്ടുനിന്നു എന്നാണ്. അധർമ്മം ചെയ്യുന്നവർ മാത്രമല്ല, അതിന് കൂട്ടുനിൽക്കുന്നവരും അധർമ്മികളാണ്. ദേവന്മാർ അവരിൽ ഒരാളായ അവരുടെ തന്നെ ദേവാദിദേവനായി നിൽക്കുന്ന മഹാദേവന്റെ വിഹിതം നഷ്ടപ്പെടുത്തിയിട്ട് മറ്റുള്ളവർക്കൊക്കെ വിഹിതം തരാമെന്ന് പറയുന്നിടത്തേക്ക് ഓടി അങ്ങോട്ട് ചെല്ലുകയാണ്. സന്തോഷവും ഒരു ആഘോഷത്തിമർപ്പിൽ. എന്തുകൊണ്ട് നിങ്ങൾ ചിന്തിച്ചില്ല? നമ്മളുടെയൊക്കെ ഈശ്വരനായ മഹാദേവനെ മാറ്റി നിർത്തിക്കൊണ്ട് മഹാദേവന് കിട്ടേണ്ട ഓഹരി ആ യജ്ഞത്തിൻ്റെ ഭാഗം സമർപ്പിക്കപ്പെടാതെ നമുക്ക് മാത്രമായിട്ട് തരുന്നൊരു കാര്യം ആസ്വദിക്കാൻ നിങ്ങൾ എന്തുകൊണ്ട് പോയി? അവിടെ നിങ്ങൾ അധർമ്മത്തിന് കൂട്ടുനിൽക്കുകയല്ലേ ചെയ്തത്. അധർമ്മം ചെയ്യുന്നവർ മാത്രമല്ല, അതിന് കൂട്ടുനിൽക്കുന്നവരും ആ വഴിക്കേ പോകൂ. തെറ്റുകാർ തന്നെയാണ്, പാപികളാണ്. ആ തെറ്റ്
നിങ്ങൾ ചെയ്തതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചിന്തിക്കാൻ പോലും പാടില്ലാത്തതായിരുന്നു. അതാണ് ഇവിടെ ഉദാഹരണം പറഞ്ഞത്. തേജസ്വിയായ ഒരു വ്യക്തിയുടെ ഭാഗത്തുനിന്ന് ഒരു അപരാധം ഉണ്ടായാൽ പോലും അത് മനസ്സിൽ കൊണ്ട് നടക്കരുതെന്ന്, അത് അങ്ങനെ ഉണ്ടാവാൻ ആഗ്രഹിക്കുക പോലും ചെയ്യരുത്. ഇതിപ്പം നിങ്ങൾ ദക്ഷൻ്റെ അടുത്തേക്ക് പോകുന്നത് കണ്ടാൽ തോന്നും മഹാദേവനെ പുറത്താക്കിയത് നന്നായേ ഉള്ളൂ, മഹാദേവൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു തെറ്റ് വന്നത് ദക്ഷനോട് കാണിച്ചത് തെറ്റായി പോയി എന്നൊക്കെ നിങ്ങൾ അതിനെ അനുകൂലിക്കുന്നത് പോലെയാണ് നിങ്ങൾ ആ യജ്ഞ മഹോത്സവത്തിലേക്ക് പോയത്. അപ്പോൾ അത് തെറ്റല്ലേ? അതൊരിക്കലും കൂട്ടത്തിൽ ഒരാളെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ അതും ആ ആളെയും കൂടി സ്വീകരിക്കണം, അല്ലെങ്കിൽ ഞങ്ങളിതിൽ പങ്കെടുക്കില്ല എന്ന് നിങ്ങൾ ദേവന്മാരെല്ലാവരും പറഞ്ഞാൽ ദക്ഷനായ യാഗം നടത്താൻ പറ്റില്ല. നിങ്ങൾ എന്തുകൊണ്ട് അത് പറഞ്ഞില്ല? അപ്പം നിങ്ങൾ ആ അധർമ്മത്തിന് കൂട്ടുനിന്നു. അപ്പം നിങ്ങളുടെ മനസ്സും അത് ആഗ്രഹിച്ചിരുന്നു മഹാദേവൻ്റെ കയ്യിൽ നിന്ന് ഒരു തെറ്റ് വന്ന് കാണാനായിട്ട്. അപ്പോൾ ആ അധർമ്മത്തിന് നിങ്ങൾ നിന്നത് നിങ്ങളുടെ പുരോഗതിക്ക് പോലും അത് തടസ്സമായി ഉപകരിക്കില്ല, തടസ്സമായി വരും എന്നാണ് ഇവിടെ ബ്രഹ്മാവ് ഓർമ്മിപ്പിച്ചത്. ശ്ലോകം 5. അതാ അഭി യൂയം കൃത കിൽബിഷാഭവം യേ ബർഹിഷഃ ഭാഗഭാജം പരാദുഹു പ്രസാദയദ്വം പരിശുദ്ധചേതസ ക്ഷിപ്രപ്രസാദം പ്രഗൃഹീതം അംഘ്രിപത്മം. അതാ അഭി എങ്കിലും, എന്നിട്ട് പറയാണ് യൂയം എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ദേവന്മാർ കൃത കിൽബിഷ അപരാധം ചെയ്തു പോയി, നിങ്ങൾ തെറ്റ് ചെയ്തു എന്ന് നിങ്ങളോട് ദേവന്മാരോട് ബ്രഹ്മാവ് പറയാ. ഞാനും മഹാവിഷ്ണുവും പോയില്ലല്ലോ ആ യജ്ഞത്തിൽ പങ്കെടുക്കാൻ, ഞങ്ങൾ പോയില്ല, നിങ്ങൾ തെറ്റ് ചെയ്തു. അതാണ് പറയുന്നത് യൂയം, നിങ്ങൾ കൃത കിൽബിഷം അപരാധം തെറ്റ് ചെയ്തിരിക്കുന്നു. കാരണം എന്ന് വെച്ചാൽ ആ ദക്ഷൻ ബർഹിഷഹ ആ യജ്ഞത്തിൻ്റെ ഭാഗഭാജം അതിൻ്റെ ഒരു വിഹിതം അർഹിക്കുന്നവനായിട്ടുള്ള ഭവം മഹാദേവനെ പരാതു ഒഴിവാക്കിക്കൊണ്ടാണ് ഈ യജ്ഞം നടത്തിയത്. അതിൽ പങ്കെടുക്കാൻ നിങ്ങൾ ഒരിക്കലും പോകാൻ പാടില്ലാത്തതായിരുന്നു. ത്രിമൂർത്തികൾ വരുന്നില്ലേ എന്ന് നിങ്ങൾ നോക്കേണ്ടതായിരുന്നു. എന്തുകൊണ്ട് അത് ചെയ്തില്ല? അപ്പോൾ നിങ്ങളും അവിടെ അപരാധത്തിന് അധർമ്മത്തിന് കൂട്ടുനിൽക്കുന്നവരായി എന്നാണ് പറഞ്ഞത്. അതാണ് ആ ദക്ഷൻ നടത്തിയ ഈ യജ്ഞത്തിൻ്റെ ഭാഗം സ്വീകരിക്കാൻ അർഹനായ മഹാദേവനെ ദക്ഷൻ ഒഴിവാക്കി. പരാതു എന്ന് വെച്ചാൽ ഒഴിവാക്കി, അകറ്റി നിർത്തി. ആ യജ്ഞത്തിനാണ് നിങ്ങളെല്ലാവരും കൂടി പോയത്, അതുകൊണ്ട് നിങ്ങളും തെറ്റുകാരാണ്. എന്നിട്ട് അടുത്ത 2 വരികളിൽ പറയണത് എനിക്കൊന്നും പറയാനില്ല, ഇനി ഇതിന് എന്താ ഒരു ഉത്തരം തരണ്ടെന്ന്. അതാണ് പറയുന്നത് പ്രസാദയദ്വം, അദ്ദേഹത്തെ പ്രസാദിപ്പിക്കുക, ഇനി അത്രേ ചെയ്യാനുള്ളൂ മഹാദേവനെ. പ്രസാദയദ്വം എന്ന് വെച്ചാൽ ഭഗവാനെ മഹാദേവനെ പ്രസാദിപ്പിക്കുക. അതെങ്ങനെ പ്രസാദിപ്പിക്കേണ്ടത്? പരിശുദ്ധ ചേതസ, അഹങ്കാരം പൂർണ്ണമായും കളഞ്ഞ് ഞങ്ങളുടെ ഭാഗം കിട്ടിയാൽ മതി, എൻ്റെ ഭാഗം കിട്ടിയാൽ മതി, എന്നെ ക്ഷണിച്ചല്ലോ, ഈ ഞാൻ എന്നുള്ള അഹം പൂർണ്ണമായിട്ടും കളഞ്ഞ് നിഷ്കളങ്കമായ ശുദ്ധമായ മനസ്സോട് ചെന്നിട്ട് ക്ഷിപ്രപ്രസാദം, പെട്ടെന്ന് പ്രസാദിക്കുന്ന ആളാണ് മഹാദേവൻ. അതുപോലെ തന്നെ ക്ഷിപ്രകോപിയുമാണ്, പെട്ടെന്ന് കോപിക്കുന്നവനുമാണ് മഹാദേവൻ. അങ്ങനെ പ്രസാദിക്കുന്ന മഹാദേവൻ്റെ പ്രഗൃഹീത അംഘ്രിപത്മം, ആ പാതാരവിന്ദങ്ങളിൽ ശരണാഗതി അടഞ്ഞിട്ട് പ്രസാദയധ്വം, അദ്ദേഹത്തെ അങ്ങ് സംതൃപ്തനാക്കുക, പ്രസാദിപ്പിക്കുക. അതല്ലാണ്ട് ഇതിനൊരു പരിഹാരം എനിക്ക് പറഞ്ഞു തരാൻ ഇല്ല. നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്ന ഈഗോ ആണ് നിങ്ങൾ ഓടിപ്പോവാൻ കാരണം, ആ യജ്ഞത്തിന് എല്ലാ ആഘോഷത്തിന് പോണ പോലെ പോകാൻ കാരണം. എന്നാൽ ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഭഗവാനെ ക്ഷണിച്ചോ ക്ഷണിച്ചില്ലേ എന്ന് നോക്കിയില്ലല്ലോ, നിങ്ങൾ പോയി. അത് തെറ്റ് തന്നെയാണ്. ഇനി ആ തെറ്റിന് എന്താ ഒരു പരിഹാരം എന്ന് ചോദിച്ചാലേ എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്. ബ്രഹ്മാവ് പറയാണ് ഒരു പരിഹാരമേ കാണുന്നുള്ളൂ. പെട്ടെന്ന് പ്രസാദിക്കുന്നവനാണ് മഹാദേവൻ. ആ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ശരണാഗതി അടയുക, അതിന് ഒരേ ഒരു അർഹത വേണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ, ശുദ്ധമായ മനസ്സ്. വേറെ ഒന്നും ചെയ്യണ്ട, മനസ്സ് ശുദ്ധമാക്കിയിട്ട് ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ശരണാഗതി അടഞ്ഞിട്ട് അദ്ദേഹത്തെ പ്രസാദിപ്പിക്കുക, സംതൃപ്തനാക്കുക. അതുമാത്രമേ ഇനി നിങ്ങൾക്ക് ചെയ്യാനുള്ളൂ എന്ന് ബ്രഹ്മാവ് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അതിൻ്റെ ബാക്കി പറയുകയാണ് ശ്ലോകം 6. ആശാസാന ജീവിതം അധ്വരസ്യ ലോക സപാലഃ കുപിതേന യസ്മിൻ തം ആശുദേവം പ്രിയയാ വിഹീനം ക്ഷമാഭയധ്വം ഹൃദി വിദ്ധം ദുരുക്തൈഹി. ആശാസന എന്ന് വെച്ചാൽ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, ജീവിതം എന്ന് വെച്ചാൽ നിലനിൽപ്പ്, അധ്വരസ്യ യജ്ഞങ്ങളുടെ, ഈ ലോകത്ത് നടക്കുന്ന യജ്ഞങ്ങൾ, യാഗയജ്ഞാദി കർമ്മങ്ങളുടെ നിലനിൽപ്പ്, ജീവിതം എന്ന് വെച്ചാൽ ആയുഷ്കാലം അല്ലെങ്കിൽ നിലനിൽപ്പ് ഇനിയും നടക്കണം, അതൊക്കെ ഇനിയും നിലനിൽക്കണം എന്ന് നിങ്ങൾ ആശാസന എന്ന് വെച്ചാൽ നടക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ എന്ത് ചെയ്യണം?
ആ യസ്മിൻ എന്ന് വെച്ചാൽ ഏതൊരാളോ കുപിതനായാൽ ലോക, ഈ ലോകവും സപാല, അതിൻ്റെ പാലകന്മാർ, ലോകപാലകന്മാരായ ദേവന്മാരോടൊപ്പം ഈ ലോകം തന്നെ ഇല്ലാതാകും. ആ മഹാദേവൻ കുപിതനായി കഴിഞ്ഞാൽ ഈ എല്ലാ സർവ്വലോകങ്ങളും അതിൻ്റെ പാലകന്മാരായ ദേവന്മാർ പോലും ഇല്ലാതാകും. അപ്പോൾ ഇവിടെ യാഗയജ്ഞാദി കർമ്മങ്ങൾ നടക്കണമെന്ന്, തുടർന്ന് നിലനിൽക്കണം ഈ ലോകത്ത്. ഈ യാഗയജ്ഞാദി കർമ്മങ്ങൾ നിലനിന്നാലേ ദേവന്മാരുണ്ടാവുള്ളൂ. എന്തിനാണ് നമ്മുടെ മഹർഷീശ്വരന്മാർ ഈ യജ്ഞങ്ങൾ നടത്തണേന്ന് വെച്ചാൽ ഈ യജ്ഞയാഗങ്ങളിലൂടെയാണ്, നമ്മളത് ഭഗവത്ഗീതയിൽ പഠിച്ചിട്ടുണ്ട്, ദേവന്മാരെ സംതൃപ്തരാക്കുക. ദേവന്മാരാണ് മഴ നൽകിയും അഗ്നി നൽകിയും വരുണൻ, സൂര്യദേവൻ, ചന്ദ്രദേവൻ, ഭൂമിദേവി, ഓരോന്നിനും ദിക്കുകളുടെ ദേവൻ, ഓരോന്നിനും അധിപതിയായിട്ടുള്ള ദേവന്മാരുണ്ട് അല്ലേ. ഈ ദേവന്മാർക്ക് അവർ നമുക്കെല്ലാം ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കുമ്പോൾ തിരിച്ച് അവരെ സംതൃപ്തമാക്കാൻ, അവരോടുള്ള നമ്മുടെ കൃതജ്ഞത അത് കാണിക്കാനാണ് നമ്മൾ ഈ യാഗയജ്ഞാദി കർമ്മങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ആ കർമ്മങ്ങളിലൂടെയാണ് നമ്മൾ അവരെ സംതൃപ്തരാക്കുന്നത്. അപ്പോൾ അതൊക്കെ പൂർണ്ണമായും മുടങ്ങിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? പ്രകൃതിയുടെ നിലനിൽപ്പിനെ അത് ബാധിക്കും. ഇതൊന്നും നടക്കാതെ വന്നു കഴിഞ്ഞാൽ ഈ ദേവന്മാരുടെ നിലനിൽപ്പിനെ വരെ ബാധിക്കും. ദേവന്മാരുടെ നിലനിൽപ്പിനെ ബാധിച്ചാൽ ഈ ലോകം പിന്നെ ഉണ്ടാകും. അപ്പോൾ മഹാദേവനെ കുപിതനാക്കിയാൽ ഈ ലോകവും ലോകപാലകന്മാരായ ദേവന്മാരും ഒക്കെ നശിച്ചു പോകും. ഇവിടെ ഈ പ്രപഞ്ചത്തിൽ യജ്ഞങ്ങളും യാഗങ്ങളും നിലനിൽക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് െങ്കിൽ അദ്ദേഹത്തെ, ആ മഹാദേവനെ, ആശു, വളരെ പെട്ടെന്ന് ദേവം, ആ മഹാദേവനെ, അതും ഭഗവാൻ ഇപ്പം എങ്ങനെയായിരിക്കുന്നത്? പ്രിയയാവിഹീനം, സ്വന്തം പത്നിയെ നഷ്ടപ്പെട്ട വേദനയോടുകൂടി ഇരിക്കുന്ന, ഇനി അതുകൂടാതെ ഹൃദി വിദം ദുരുക്തൈ, ദുഷ്ടമായ വാക്കുകൾ കൊണ്ട്, ദക്ഷന്റെ വാക്കുകളാൽ ഹൃദി വിദം, മുറിവേറ്റ മനസ്സോടുകൂടിയും സ്വന്തം പത്നിയായ സതി നഷ്ടപ്പെട്ട വേദനയോടുകൂടി ഇരിക്കുകയും ചെയ്യുന്ന ദേവം, ആ മഹാദേവൻ ക്ഷമാഭയത്വം, കാൽക്കൽ വീണ് ക്ഷമയാചിക്കുക, അതേ എനിക്ക് പറഞ്ഞു തരാനുള്ള ഒരു മാർഗമുള്ളൂ. ഭഗവാനെ ഒഴിവാക്കിക്കൊണ്ടുള്ള യജ്ഞത്തിൽ പങ്കെടുക്കാൻ പോയാൽ അത് ഭംഗിയാവുമെന്ന് വിചാരിച്ചിട്ടാണോ നിങ്ങൾ ഓടിപ്പോയത്? ആ യജ്ഞം ഭഗവാന് അർഹതപ്പെട്ട യജ്ഞം ദക്ഷനറിയില്ല. ഭഗവാനിലേക്ക് അർഹതപ്പെട്ട യജ്ഞം നടന്നില്ലെങ്കിൽ, യജ്ഞത്തിൻ്റെ ഭാഗം ഭഗവാൻ അർഹതപ്പെട്ട വിഹിതം നൽകിയില്ലെങ്കിൽ, സമർപ്പിച്ചില്ലെങ്കിൽ ഈ യജ്ഞങ്ങളൊക്കെ ഒന്നും ഇവിടെ ഒരു ഫലവും ഉണ്ടാവില്ല എന്ന് ദക്ഷനറിയില്ല, ആ അഹങ്കാരത്തിലിരിക്കുന്നത് കൊണ്ട്. പക്ഷെ ദേവന്മാരങ്ങനെയാണോ? അവരത് മനസ്സിലാക്കേണ്ടേ? അപ്പോൾ അവരത് ചിന്തിക്കാതെ യാഗവും യജ്ഞവും ആരെ ദേഷ്യം പിടിപ്പിച്ചോ കുപിതനാക്കിയോ ഈ ലോകവും ലോകപാലകന്മാരായ നിങ്ങളായിട്ടുള്ള ഈ ദേവന്മാർ പോലും ഇവിടെ ഉണ്ടാവില്ല. അങ്ങനെയുള്ള അത് മഹാദേവനെയാണ് ഇങ്ങനെ വിഷമിപ്പിച്ചത്, ഒറ്റപ്പെടുത്തിയത്. അപ്പോൾ ഇവിടെ ഈ യാഗയജ്ഞാദി കർമ്മങ്ങൾക്ക് നിലനിൽപ്പുണ്ടാവണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും സ്വന്തം പത്നി നഷ്ടപ്പെട്ട വേദനയോടും ദക്ഷന്റെ ദുഷ്ടവാക്കുകളാൽ മുറിവേറ്റ ഹൃദയത്തോടും കൂടിയിരിക്കുന്ന മഹാദേവന്റെ പാതാരവിന്ദങ്ങളിൽ ചെന്ന് വീണ് ക്ഷമാപണം നടത്തണം. അത് മാത്രമേ ഉള്ളൂ ഒരു പരിഹാരമെന്ന് ബ്രഹ്മാവ് പറഞ്ഞു കൊടുത്തിട്ട്, അത് എന്തുകൊണ്ടാണ് അത് മാത്രമേ അതിനൊരു പരിഹാരമുള്ളൂ എന്ന് പറയുന്നത്, അതിൻ്റെ കാരണമാണ് ഇനി 7ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് കേട്ടോ. ന അഹം ന യജ്ഞഃ ന ച യൂയം അന്യേ യേ ദേഹഭാജഃ മുനയഃ ച തത്വം വിദുഃ പ്രമാണം ബലവീര്യയോഃ വാ യസ്യ ആത്മതന്ത്രസ്യ ക ഉപായം വിദിത്സേത്. അതിൻ്റെ കാരണം ഇത് മാത്രമേ, ഒരു ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ക്ഷമാപണം നടത്തുക മാത്രമേ എനിക്ക് പറഞ്ഞു തരാനുള്ള ഒരു ഉപായം എന്ന് പറയാൻ കാരണം എന്തെന്ന് ബ്രഹ്മാവ് പറയുന്നത് ഇതാണ് കേട്ടാ. അഹം, എനിക്ക്, ന, പിന്നെ 3ാമത്തെ ശ്ലോകത്തിലെ വരിയില്ലേ, ആ വരിയിലെ ആദ്യത്തെ അക്ഷരം വാക്ക് വിദു, എനിക്കറിയില്ല. അതാണ് ന അഹം വിദു, എനിക്കറിയില്ല. ന യജ്ഞഃ, യജ്ഞനാര, യജ്ഞപുരുഷൻ മഹാവിഷ്ണുവിനും അറിയില്ല. ന ച യൂയം, എന്ന് വെച്ചാൽ നിങ്ങൾക്കും അറിയില്ല. അന്യേ, ഇനി മറ്റുള്ളവർക്കും അറിയില്ല. യേ, ആർക്കും. ദേഹഭാജ, ദേഹത്തിലിരിക്കുന്ന എത്ര വലിയ തേജസ്വിയാണെങ്കിലും ശ്രേഷ്ഠനാണെങ്കിലും യോഗിയാണെങ്കിലും അവർക്കും അറിയില്ല. മുനയഹാച്ച, മുനിമാർക്കും അറിയില്ല. എന്ത്? തത്വം, ആ മഹാദേവൻ്റെ പ്രമാണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പ്രമാണം എന്ന് വെച്ചാൽ അളവ്, അത് ബലവീര്യയോഹോ വ,
ആ മഹാദേവൻ്റെ ബലം എന്താണെന്നും വീര്യം എന്താണെന്നും പ്രമാണം അതിൻ്റെ അളവ് എത്ര മാത്രമാണെന്നും മഹാദേവൻ്റെ ആ ഭൗതിക ശരീരം, മഹാദേവൻ എന്ന ആ ഒരു ത്രിഗുണാത്മകമായ രൂപം ഉണ്ടല്ലോ, ആ മഹാദേവൻ്റെ ശക്തി, ബലം, വീര്യം അതിൻ്റെ അളവ് എത്രയാണെന്നും ഇനി അതിൻ്റെ പിന്നിലെ പ്രകൃതി ആ മഹാദേവനായി അവതരിച്ച ആളാരാണ്, അതാരാണ്, ആ തത്വം എന്താണെന്നുള്ള ആ തത്വവും നവിദു എനിക്കും അറിയില്ല പൂർണ്ണമായിട്ട്, അത് മഹാവിഷ്ണുവിനും അറിയില്ല, നിങ്ങളായ ദേവന്മാർക്കും അറിയില്ല, മുനിമാർക്കും അറിയില്ല, ഇനി ദേഹത്തിലിരിക്കുന്ന മായയിൽപ്പെട്ട ആർക്കും ഇന്നുവരെ മഹാദേവൻ എന്ന ഭൗതികമായ ത്രിമൂർത്തികളിൽ ഒരാളായ മഹാദേവൻ്റെ ബലവും വീര്യവും പോലും പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടില്ല. അതിൻ്റെ അപ്പുറത്തുള്ള ആ തത്വത്തെ, മഹാദേവനായി അവതരിച്ച ആ തത്വം എന്താണെന്ന് പോലും ഇപ്പോഴും പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. യസ്യ ആ മഹാദേവൻ്റെ ആത്മതന്ത്രസ്യ എന്ന് വെച്ചാൽ സ്വയം സ്വതന്ത്രനായിട്ട് ആത്മാവിൽ വിരാജിക്കുന്ന ആ മഹാദേവൻ്റെ തത്വം എന്താണെന്ന് ഇതുവരെ പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്താണ് ഉപായം, ഒരു ഉപായമായിട്ട് വിദിത്സേത് എനിക്ക് പറഞ്ഞുതരാം, ഇതല്ലാതെ വേറെ എന്ത് ഉപായം ഞാൻ പറഞ്ഞു തരാമെന്ന്. കാരണം എനിക്ക് പോലും അത് മനസ്സിലായിട്ടില്ല. ബ്രഹ്മാവ് പറയുന്നു പൂർണ്ണമായിട്ടും അദ്ദേഹം ഞങ്ങളാരും നിൽക്കുന്ന പോലെയല്ല മഹാദേവൻ നിൽക്കുന്നത്. ശരിക്കും ആത്മതന്ത്രസ്യ പൂർണ്ണ സ്വതന്ത്രനായിട്ട് ആത്മാവിൽ വിരാജിച്ചു കൊണ്ട് നിൽക്കുന്ന മഹാദേവൻ്റെ തത്വവും ആ പിന്നിലെ തത്വവും ഇനി ബാഹ്യമായ മഹാദേവൻ്റെ തന്നെ ആ ബലം, വീര്യം, ശക്തിയുടെ പൂർണ്ണമായ അളവ് എത്രയാണെന്നും എനിക്കോ മഹാവിഷ്ണുവിനോ പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. നിങ്ങൾക്കും അറിയില്ല, മുനിമാർക്കും അറിയില്ല, മറ്റാർക്കും അറിയില്ല. അപ്പോൾ പിന്നെ ആ മഹാദേവനെ സമാധാനിപ്പിക്കാൻ, ആ കോപത്തിൽ ആ കോപത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേറെ എന്താണ് ഉപായം എന്ന് ചോദിച്ചാൽ ഞാൻ എന്താ പറഞ്ഞു തരുക? ഇതല്ലാതെ എനിക്ക് വേറെ ഒന്നും പറഞ്ഞു തരാൻ അറിയില്ല. അദ്ദേഹത്തിൻ്റെ പാതാരവിന്ദങ്ങളിൽ പോയി വീഴുക, ശരണാഗതി അടയുക, അതല്ലാതെ എനിക്ക് ഒന്നും പറഞ്ഞു തരാനായിട്ട് അറിയില്ല. കാരണം എനിക്ക് പോലും മനസ്സിലാക്കാൻ കഴിയുന്നതിൻ്റെ അപ്പുറത്താണ് ആ തത്വം നിൽക്കുന്നത് എന്ന് ദേവന്മാർക്ക് പറഞ്ഞു കൊടുത്തപ്പോഴാണ് ദേവന്മാർക്ക് ചെയ്ത തെറ്റിൻ്റെ പൊരുൾ എന്താണെന്ന് മനസ്സിലായത്. അതായത് ഇപ്പോൾ നമ്മൾ കാളിയമ്മയുടെ കഥ പറഞ്ഞ മാതിരി തന്നെയാണ് മഹാദേവൻ്റെ കാര്യവും. കാളിയമ്മ എന്ന് പറയുമ്പോൾ എല്ലാവരും പൊതുവെ ഭയങ്കര കോപം, ദേഷ്യം, സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം എന്നൊക്കെയുള്ളൊരു ഭയത്തോടു കൂടിയാണ് എല്ലാവരും കാളിയമ്മയെ കാണുന്നത്. പക്ഷേ ആ ഭയത്തിന് പുറകിലൊരു സത്യമുണ്ട്. അമ്മ എന്ന് പറഞ്ഞാൽ, കാളീഭാവ് എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ നിധിയാണ് അമ്മ. സ്നേഹം കൂടുമ്പോൾ വികാരം കൂടും, വികാരം കൂടുമ്പോൾ അപ്പോൾ ആ ശരിയല്ലാത്ത വഴി കൂടെ കാണുമ്പോൾ മക്കൾ കാണുമ്പോൾ ദേഷ്യം വരും. സ്നേഹം കൂടുമ്പോൾ ദേഷ്യം വരും. അവിടെ ആ ദേഷ്യം പെട്ടെന്ന് വരാനുള്ള കാരണം സ്നേഹവും കൂടുതൽ കൊണ്ടാണ്. അത്രയും സ്നേഹമുള്ളത്, മക്കളോട് സ്നേഹമുള്ളത് കൊണ്ടാണ് നമ്മൾ പോകുന്ന വഴി ശരിയല്ല എന്ന് കാണുമ്പോൾ അമ്മ അപ്പം ദേഷ്യം കാണിക്കുന്നത്. അതാണ് അമ്മയുടെ കോപത്തിൻ്റെ കാരണം. അളവറ്റ സ്നേഹമാണ് അമ്മയുടെ ഉള്ളിലുള്ളത്. അതാണ് അമ്മയ്ക്ക് അത്രയും കോപവും വരുന്നത്. ഈ ബാലൻസ് ചെയ്ത് പോകുന്ന ആൾക്കാർക്ക് സ്നേഹവും ബാലൻസാണ്. പക്ഷേ അളവിൽ കൂടുതൽ സ്നേഹം വരുമ്പോൾ പെട്ടെന്ന് ദേഷ്യവും വരും, വികാരം കൂടും, അല്ലേ? ഇതുപോലെ തന്നെയാണ് മഹാദേവൻ്റെ കാര്യവും. ദേവാദിദേവനാണ് മഹാദേവൻ, എല്ലാ ദേവന്മാരുടെയും ദേവനാണ്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന ദേവന്മാരെ പോലെ തന്നെ ദേവന്മാരും പ്രാർത്ഥിക്കുന്നത് മഹാദേവനാണ്. അപ്പം മഹാദേവൻ്റെ ഭക്തന്മാരും നോക്കിയാൽ ദേവന്മാർ പോലും മഹാദേവൻ്റെ ഭക്തന്മാരാണ്. അപ്പോൾ എൻ്റെ ഭക്തന്മാരായിട്ടുള്ള ദേവന്മാർ അധർമ്മത്തിന് കൂട്ടു നിൽക്കുകയാണ്. ഞാൻ എന്ന ഒരു ചെറിയ അഹങ്കാരത്തിലിരുന്ന് അധർമ്മത്തിന് കൂട്ടു നിൽക്കാൻ പോകുന്നത് കാണുമ്പോൾ ഭഗവാന് ദേഷ്യം വരും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങളോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടാണ്. ആ ദേഷ്യമാണ് വീരഭദ്രസ്വാമികളുടെ ജനനത്തിന് കാരണവും ഈ കണ്ട പരാക്രമം ദക്ഷൻ്റെ യാഗശാലയിൽ ഉണ്ടാവാനുള്ള കാരണവും നിങ്ങളോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടാണ് ഭഗവാൻ അത് വന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അല്ലാണ്ട് ഭഗവാനെ ഭയത്തോടെയും ദേഷ്യത്തോടെയും അയ്യോ ഇനി ഇതിനെന്താ പരിഹാരം ചെയ്ച്ച് ഓടിച്ചെല്ലല്ല, എൻ്റെ അടുത്തേക്ക് ഓടി വരില്ല ചെയ്യേണ്ടത്. നിങ്ങളോടുള്ള ഭഗവാന്റെ സ്നേഹം, നിങ്ങൾ അധർമ്മികളായി അധർമ്മത്തിന് കൂട്ടു നിൽക്കുന്നത് കണ്ടപ്പോൾ ആ സ്നേഹക്കൂടുതൽ കൊണ്ടാണ് ഭഗവാന് ദേഷ്യം വരുന്നത്. അതാണ് ഭഗവാന് വീരഭദ്രസ്വാമികളുടെ ജനനത്തിന് കാരണമായതും യജ്ഞശാലയിൽ ഇത്രയ്ക്ക് നാശങ്ങൾ ഉണ്ടാക്കിയതും നിങ്ങൾക്ക് നിങ്ങളുടെ തെറ്റ് കാണിച്ചു തരാനാ, നിങ്ങളെ ആ അപരാധത്തിൽ നിന്ന് പിൻവലിക്കാനാണ്. ഭഗവാൻ ഇപ്പോൾ അവിടെ ഒന്ന് കണ്ണടച്ചിരുന്നു എന്നെങ്കിൽ വിചാരിച്ചേ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന് വിചാരിച്ച് നിങ്ങൾ ഇതന്നെ ചെയ്തുകൊണ്ടിരിക്കും.
പോട്ടെ സാരില്ല എന്ന് ഭഗവാൻ വിചാരിച്ചാൽ, അവരെൻ്റെ ഭക്തരല്ലേ എന്ന് വിചാരിച്ച് ഭഗവാൻ ഒന്നും റിയാക്ട് ചെയ്യാതെ ഇരുന്നു എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ തെറ്ററിയില്ല. നിങ്ങൾ പോകുന്നത് അധർമ്മത്തിലേക്കാണ് എന്ന് നിങ്ങൾ പോലും അറിയില്ല. നിങ്ങൾ എന്നിട്ട് ആ വഴി കൂടെ കുറേ അങ്ങോട്ട് മുന്നോട്ട് പോകും, കുറേ പ്രാരാബ്ദങ്ങൾ നിങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്യും. അപ്പോൾ അതിൽ നിങ്ങളെ തടയണമെങ്കിൽ പെട്ടെന്ന് തന്നെ സഡനായിട്ട് ഭഗവാന്റെ ആ ദേഷ്യവും ഭഗവാൻ എടുത്തടിച്ചോണം അതിനെ പ്രതികരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അപ്പോൾ പെട്ടെന്ന് അതിൽ നിന്ന് പിന്തിരിയുകയും ചെയ്യും. പെട്ടെന്ന് അത് ആ ധർമ്മത്തിൽ നിന്ന് ചെയ്തത് അധർമ്മമാണ്, തെറ്റാണെന്ന് നിങ്ങളുടെ അപരാധം നിങ്ങൾക്ക് ബോധ്യപ്പെടുകയും ചെയ്യും. നിങ്ങൾ അതിൽ നിന്ന് പുറത്തേക്ക് വരികയും ചെയ്യും. അപ്പോൾ ഏതാ നല്ലത്? ക്ഷമിച്ച് നിങ്ങളെ അങ്ങോട്ട് വിടുന്നതാണോ നല്ലത്? ഒന്ന് ദേഷ്യം കാണിച്ച് നിങ്ങളെ ഒന്ന് പേടിപ്പിച്ച് നിങ്ങളെ അതിൽ നിന്ന് തടഞ്ഞു മാറ്റി നിർത്തുന്നതാണോ നല്ലത്? അപ്പോൾ ഏതാണ് ഏറ്റവും, അപ്പോൾ എന്താണ് ആ സ്നേഹത്തിൻ്റെ പിന്നിലുള്ള കാരണം, ആ ദേഷ്യത്തിൻ്റെ പിന്നിലുള്ള കാരണം എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കും. ഇത് തന്നെയല്ലേ നരസിംഹം. അപ്പോൾ നിങ്ങൾ തിരിച്ച് ഭഗവാനെ ശാന്തനാക്കാൻ എന്താ ചെയ്യേണ്ടത്? ഭഗവാന്റെ ദേഷ്യത്തിന് കാരണം സ്നേഹമാണെന്ന് മനസ്സിലായാൽ നിങ്ങൾ നിറഞ്ഞ സ്നേഹത്തോടെ ഭഗവാന്റെ കാൽക്കൽ വീണോളൂ, ഭഗവാൻ ശാന്തനാവും. തീർച്ചയാണ്. തിരിച്ച് ആ സ്നേഹത്തോടെയാണ് ഭഗവാനെ, കാരണം സ്നേഹമാണ് ഭഗവാന്റെ കോപത്തിന് കാരണം. അപ്പോൾ സ്നേഹത്തോടെ ഭഗവാനെ സമീപിക്കൂ, ഭഗവാൻ സംതൃപ്തനാവും. ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ഇതേപോലെ തന്നെയാണ് നരസിംഹമൂർത്തി. ഭയങ്കര കോപമാണ് നമ്മൾ കണ്ടത് അല്ലേ എന്ന് വിചാരിച്ച് നരസിംഹമൂർത്തി എന്ന് പറയുമ്പോൾ തന്നെ ഭയം ജനിപ്പിക്കുന്നു. പക്ഷേ സ്നേഹമാണ് നരസിംഹമൂർത്തി. നരസിംഹമൂർത്തിക്ക് ഹിരണ്യകശിപുവിനെ വധിച്ചെങ്കിൽ കൂടിയും ആ ഒരു എന്താ പറയുക ദേഷ്യം എന്നിട്ട് അടങ്ങാണ്ട് ഇങ്ങനെ നിന്നപ്പോൾ ദേവന്മാരൊക്കെ വന്ന് ശാന്തനാക്കാൻ ശ്രമിച്ചെങ്കിലും പറ്റുണ്ടായിരുന്നില്ല. പക്ഷേ പ്രഹ്ലാദൻ്റെ സ്നേഹത്തോടു കൂടിയിട്ടുള്ള ഭഗവത് നരസിംഹ സ്തുതി ഉണ്ടല്ലോ, ആ സ്തുതി കേട്ടപ്പോൾ നരസിംഹ ഭഗവാൻ ശാന്തനായി. അതൊന്നുകൊണ്ട് മാത്രമാണ് ശാന്തനായത്. അതിന് കാരണം എന്താണെന്നറിയോ? മറ്റുള്ളവരും നരസിംഹമൂർത്തിയെ സ്തുതിക്കുന്നുണ്ട്, പക്ഷെ പ്രഹ്ലാദൻ്റെ സ്തുതിയിൽ ഒരു സ്നേഹം ഉണ്ടായിരുന്നു. ആ സ്നേഹം അനുഭവിച്ചപ്പോൾ ഭഗവാൻ പെട്ടെന്ന് അങ്ങോട്ട് ശാന്തമായി. കണ്ട അതേപോലെ ദൈവങ്ങളുടെ ഭാവത്തിൽ കോപം കൂടി ആ ഒരു വല്ലാതെ ഒരു ഭയപ്പെടുത്തുന്ന ഒരു ഭാവത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന ആ സ്നേഹത്തെ കൂടിയും ഒരു ഭക്തൻ മനസ്സിലാക്കുന്നിടത്താണ് അവൻ ആ മൂർത്തിയെ, ആ ദൈവത്തെ ശരിയായ രീതിയിൽ അറിയുന്നത്. അതാണ് ബ്രഹ്മാവ് ഇപ്പോൾ ദേവന്മാർക്ക് പറഞ്ഞു കൊടുത്തത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തത്വം എന്താണെന്ന് മനസ്സിലാക്കി, അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കി നിങ്ങളെ നേർവഴിക്ക് കൊണ്ടുവരാനാണ് അദ്ദേഹം അവിടെ പരാക്രമം നടത്തിയത്. അല്ലാണ്ട് നമുക്കൊക്കെ ദേഷ്യം വരുമ്പോൾ പോയിട്ട് നശിപ്പിക്കുന്ന പോലെ അവനവൻ്റെ ഈഗോ തീർക്കാൻ വേണ്ടിയിട്ടല്ല മഹാദേവൻ അവിടെ ആ നാശങ്ങളൊക്കെ ഉണ്ടാക്കിയത്. നിങ്ങളെയും ദക്ഷനെയും കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കറക്റ്റ് വഴിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ അവിടെ അത് നശിപ്പിച്ചത്. അത് ദേവന്മാർക്ക് പറഞ്ഞു കൊടുത്തു. ശ്ലോകം 8. സായിത്യം ആദിശ്യ സുരാൻ അജഹ തൈഹി സമന്വിതഃ പിതൃഭിഃ സപ്രജേശൈഃ യയൗ സ്വദിഷ്ണ്യാത് നിലയം പുരദ്വിഷഃ കൈലാസമദ്രിപ്രവരം പ്രിയം പ്രഭോഃ. സഹ ആ ഇത്തം ഇപ്രകാരം ആദിശ്യ പറഞ്ഞപ്പോൾ ബ്രഹ്മാവ്, ആ ബ്രഹ്മദേവൻ ഇപ്രകാരം പറഞ്ഞത് കേട്ട് സുരാൻ ദേവന്മാരോട് പറഞ്ഞിട്ട് അജഹ ആ ബ്രഹ്മാവ് തൈഹി കൂടെ ബ്രഹ്മാവും കൂടെ സമന്വിത അവർ ഒരുമിച്ച് പിതൃഭിഹി പിതൃദേവന്മാർ കൂടെ പ്രജേശൈഹി പ്രജാപതിമാരെ കൂടെ പിതൃദേവന്മാർ മറ്റു ദേവന്മാർ ഒപ്പം ബ്രഹ്മാവും എല്ലാവരും ഒരുമിച്ച് സ്വദിഷ്ണ്യാത്ത് ബ്രഹ്മാവിൻ്റെ വാസസ്ഥലമായ സത്യലോകത്താണല്ലോ ഇപ്പോൾ നിൽക്കുന്നത്. അതാണ് സ്വദിഷ്ണ്യം. തൻ്റെ വാസസ്ഥാനമായ ബ്രഹ്മലോകത്തിൽ നിന്നും ഇറങ്ങി ആ നിലയം, സ്വദിഷ്ണ്യം നിലയം, തൻ്റെ വാസസ്ഥാനമായ സത്യലോകത്ത് നിന്ന് ഇറങ്ങി പുരദ്വിഷ മഹാദേവൻ്റെ പ്രിയം, ഏറ്റവും പ്രിയപ്പെട്ട വാസസ്ഥാനമായിട്ടുള്ള കൈലാസം അദ്രിപ്രവരം, ആ കൈലാസ പർവ്വതത്തിലേക്ക് യയൗ അവർ പോയി എന്ന്. അങ്ങനെ ബ്രഹ്മാവ് പറഞ്ഞത് കേട്ടപ്പോൾ ദേവന്മാർക്ക് മനസ്സിലായി തെറ്റുപറ്റി എന്ന്. അപ്പോൾ ബ്രഹ്മാവ് ഉൾപ്പെടുന്ന എല്ലാ ദേവന്മാരും പിതൃക്കളും പ്രജാപതിമാരും എല്ലാവരും ഒരുമിച്ച് സത്യലോകത്ത് നിന്ന് ഇറങ്ങി മഹാദേവന് ഏറ്റവും ഇഷ്ടപ്പെട്ട വാസസ്ഥലമായ കൈലാസ പർവ്വതത്തിലേക്ക് പോയി. ഇനി 9ാമത്തെ ശ്ലോകം തൊട്ട് നമ്മൾ കാണുന്നത് കൈലാസ വർണ്ണനയാണ് കേട്ടോ. അപ്പോൾ കൈലാസത്തിനെ വർണ്ണിക്കുക. അപ്പം നമുക്ക് ആ വർണ്ണന കേൾക്കുമ്പോൾ മനസ്സിൽ കാണാൻ കഴിയണം ആ വർണ്ണന. ശ്ലോകം 9. ഇനി ഇവിടുന്ന് കുറച്ചധികം ശ്ലോകങ്ങൾ അങ്ങനെ തന്നെ വർണ്ണന തന്നെയാണ്. ജന്മ ഔഷധി തപ മന്ത്രയോഗ സിദ്ധൈഃ നരേതരഃ നര ഇതരൈഃ ജുഷ്ടം കിന്നര ഗന്ധർവൈ അപ്സരോഭി വൃതം സദാ.
ഇത് നമുക്ക് വെറുതെ അർത്ഥം പറഞ്ഞു പോവുക വേണ്ടോ, കാരണം ഇത് കൈലാസ വർണ്ണന ആണ്. ജന്മ, അതായത് കൈലാസത്തിലേക്ക് പോകുമ്പോൾ ഒരുപാട് സിദ്ധന്മാരാണ് അവിടെയുള്ളവരെന്ന്. കൈലാസത്തിൽ കാണുന്നത് മുഴുവൻ സിദ്ധന്മാരാണ്. എങ്ങനെയുള്ള സിദ്ധന്മാരെന്നാണ് പറയുന്നത്? ജന്മം കൊണ്ട് സിദ്ധരായവർ. ഔഷധങ്ങൾ പ്രയോഗിക്കുന്നതിൽ കഴിവുള്ളവർ. തപസ് ചെയ്ത് കഴിവ് നേടിയവർ. മന്ത്രപ്രയോഗം കൊണ്ട് കഴിവ് നേടിയവർ. യോഗ സാധന കൊണ്ട് കഴിവ് നേടിയ സിദ്ധന്മാർ. സിദ്ധൈഹി, അങ്ങനെയുള്ള സിദ്ധന്മാർ. നര ഇതരൈ എന്ന് വെച്ചാൽ മനുഷ്യരല്ല, അതിലും ശ്രേഷ്ഠമായ ദേവന്മാരെ പോലെയുള്ള സിദ്ധന്മാരാണ്. അവരാൽ അവരാൽ ആസ്വാദികരമായിരിക്കുന്ന, അവരാൽ സേവിക്കപ്പെട്ടിട്ടുള്ള, അതോടൊപ്പം കിന്നരന്മാരും ഗന്ധർവന്മാരും അപ്സരസ്സുകളും വൃതം നിറയെ സദാ എപ്പോഴും നിൽക്കുന്നതായിരുന്നു കൈലാസപർവ്വതം. കിന്നരന്മാർ, ഗന്ധർവന്മാർ, അതുപോലെ അപ്സരസ്സുകൾ, ഇവരെല്ലാം നിറഞ്ഞിരിക്കുന്നു. പിന്നെ ജന്മം കൊണ്ടും ഔഷധങ്ങൾ പ്രയോഗിക്കുന്നതിലും, അതുപോലെ തപശക്തി, മന്ത്രശക്തി, അതുപോലെ യോഗസാധന, ഇവ കൊണ്ടൊക്കെ സിദ്ധന്മാരായിട്ടുള്ള, മനുഷ്യരില്ലാത്ത ആ സിദ്ധന്മാരെ, ദേവന്മാരെ പോലെയുള്ള സിദ്ധന്മാരാണ് ആ കൈലാസപർവ്വതത്തിലും ചുറ്റും നിറയെ കാണപ്പെടുന്നത് എന്ന്. ശ്ലോകം 10. നാനാമണിമയൈഹി ശൃംഗൈഹി നാനാധാതു വിചിത്രിതൈഹി നാനാധൂമ്രലതാ ഗുൽമ നാനാമൃഗഗണാവൃതൈഹി. പല വിധത്തിലുള്ള രത്നങ്ങൾ പതിപ്പിച്ച, നിർമ്മിച്ച രത്നങ്ങൾ നിർമ്മിച്ച ശൃംഗം, പർവ്വത ശൃംഗങ്ങൾ. അതുപോലെ തന്നെ അവിടെ നാനാധാതു വിചിത്രൈ, നാനാവിധത്തിലുള്ള ധാതു പദാർത്ഥങ്ങൾ, നാനാവിധത്തിലുള്ള മണികൾ, രത്നങ്ങളുള്ളതും നാനാവിധത്തിലുള്ള ധാതു പദാർത്ഥങ്ങളുള്ളതുമായ വനം, ആ പർവ്വത ശിഖരങ്ങളാണ് നമ്മൾ ആ കൈലാസത്തിൽ കാണുന്നത്. അതുമാത്രമല്ല, നാനാവിധത്തിലുള്ള ധൂമ്ര വൃക്ഷങ്ങളുണ്ട്, ലത വള്ളിച്ചെടികൾ, ഗുൽമൈ ചെടികൾ, നാനാവിധത്തിലുള്ള മൃഗഗണ മാൻകൂട്ടങ്ങൾ, ആവൃതൈ, ഇവയെല്ലാം കൊണ്ടും ആവരണം ചെയ്യപ്പെട്ടതാണ് കൈലാസപർവ്വതം. ശ്ലോകം 11. നാനാ അമലപ്രസവനൈഹി നാനാ കന്ദരസാനുഭിഹി രമണം വിഹരന്തീനാം രമണൈ സിദ്ധയോഷിതാം. പല വിധത്തിലുള്ള അമലം, വളരെ പരിശുദ്ധമായ, പ്രസവണൈ എന്ന് വെച്ചാൽ വെള്ളച്ചാട്ടങ്ങൾ ഉണ്ടെന്ന് കൈലാസത്തിലേക്ക് പോകുമ്പോൾ. പല വിധത്തിലുള്ള കന്ദര ഗുഹകൾ, സാനുബി കൊടുമുടികളും കാണാൻ സാധിക്കും. പിന്നെ രമണം, സന്തോഷത്തോടെ, വിഹരന്തീനാം ജീവിക്കുന്ന, രമണേ സിദ്ധയോഷിത, തൻ്റെ ഭാര്യമാരോടൊപ്പം സിദ്ധന്മാർ അവരുടെ പത്നിമാരോടൊപ്പം വളരെ സന്തോഷത്തോടു കൂടി കഴിയുന്നതും കാണാം. ഇത് കാണാം എന്ന് പറയുമ്പോൾ നമ്മളുടെ നഗ്നനേത്രങ്ങൾ കൊണ്ടല്ല കാണുന്നത്. നമുക്കറിയാലോ, കൈലാസം എന്ന് പറയുമ്പോൾ സ്ഥൂലമല്ല, സ്ഥൂല ശരീരം കൊണ്ട് അവിടെ പ്രവേശിക്കാൻ പറ്റില്ല. ഭൂമി മാത്രമേ ഉള്ളൂ സ്ഥൂല ശരീരം കൊണ്ട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ സൂക്ഷ്മതലമാണത്. അപ്പോൾ ഈ സിദ്ധന്മാർ അവരുടെ പത്നിമാരോടൊപ്പം സന്തോഷത്തോടെ കഴിയുന്ന ഇടമാണ് കൈലാസപർവ്വതം. മനോഹരമായ പരിശുദ്ധമായ വെള്ളച്ചാട്ടങ്ങളും ഗുഹകളും കൊടുമുടികളും നിറഞ്ഞതാണ് ആ കൈലാസപർവ്വതം. ഇനി ശ്ലോകം 12. മയൂരകേക അഭിരുദം മദാന്ത അളിവിമൂർച്ഛിതം പ്ലാവിതൈ രക്തകണ്ഠാനാം കൂജിതൈശ്ച പദത്രീണാം. അവിടുത്തെ പക്ഷികൾ മയിലുകൾ, കേക കരച്ചിലോടെ, അഭിരുദം പ്രതിശബ്ദിക്കുന്നു. മയിലുകളുടെ കരച്ചിലിങ്ങനെ ആ ശബ്ദം കേൾക്കാം. തേൻ കുടിച്ച് ഇങ്ങനെ ലഹരി കൊണ്ട് മത്തുപിടിച്ചിരിക്കുന്ന അലി എന്ന് വെച്ചാൽ തേനീച്ചകളാൽ വിമൂർച്ഛിതം, ഉച്ചത്തിൽ വീണ്ടും വീണ്ടും ശബ്ദം. തേൻ കുടിച്ച് മത്തുപിടിച്ചിങ്ങനെ പറക്കുന്ന തേനീച്ചകളുടെ മൂളൽ ശബ്ദവും കേൾക്കാം. പ്ലാവിതൈ, അതായത് ഗാനാലാപനങ്ങൾ, രക്തകണ്ഠാനാം കുയിലുകളുടെ പാട്ടുകൾ കേൾക്കാം. കൂജിതൈ, മന്ത്രധ്വനികൾ, പദത്രീണ മറ്റു പക്ഷികളുടെ ശബ്ദവും കൈലാസപർവ്വതത്തിൽ കേൾക്കാം. അപ്പോൾ മയിലുകളുടെ കരച്ചിൽ, തേനീച്ചകളുടെ മൂളൽ, അതുപോലെ തന്നെ കുയിലുകളുടെ പാട്ടുകളും മറ്റു പക്ഷികളുടെ ശബ്ദങ്ങളും കൈലാസപർവ്വതത്തിലേക്ക് അടുക്കും തോറും കേൾക്കാൻ സാധിക്കും. അപ്പോൾ ഇവരാണ് ദേവന്മാരും ബ്രഹ്മാവും ഒക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവരനുഭവിക്കുന്നതാണ് അവരിവിടെ പറയുന്നത്. വ്യാസദേവൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന അവരനുഭവിക്കുന്ന കൈലാസത്തെയാണ് ഇവിടെ പറയുന്നത്. ശ്ലോകം 13.
ആഹ്വയന്തം ഇവ ഉദസ്തൈഹി ദ്വിജാൻ കാമതുകൈ ധൂമ്രൈഹി വ്രജന്തം ഇവ മാതംഗൈ ഗൃണന്തം ഇവ നിർജരേ. അതായത് അവിടെ ആഹ്വയന്തം ദ്വിജാൻ, ദ്വിജാൻ എന്ന് വെച്ചാൽ പക്ഷികളെ, ആഹ്വയന്തം എന്ന് വെച്ചാൽ മാടി വിളിക്കുന്ന, ഇവ എന്ന് വെച്ചാൽ പോലെ, പക്ഷികളെ മാടി വിളിക്കുന്ന പോലെയാണെന്ന്. കാമതുകൈ എന്ന് വെച്ചാൽ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരാൻ കഴിയുന്ന ധൂമ്രേ, വൃക്ഷങ്ങൾ. അപ്പൊ കൈലാസത്തിലെ വൃക്ഷങ്ങൾ നമ്മൾ എന്ത് ചോദിച്ചാലും തരുന്ന പാരിജാത വൃക്ഷം പോലത്തെ വൃക്ഷമാണ്. ആ വൃക്ഷങ്ങൾ ഉദസ്തൈ എന്ന് വെച്ചാൽ ശിഖിരങ്ങളെ, കൈ ഉയർത്തിയതുപോലെ ശിഖിരങ്ങളെ ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നത് പക്ഷികളെ ഇങ്ങനെ മാടി വിളിക്കുകയാണ് അതിൽ വന്നിരിക്കാൻ വേണ്ടിയിട്ടെന്ന്. കൈലാസത്തിലെ വൃക്ഷങ്ങൾ എന്തു ചോദിച്ചാലും തരുന്ന വൃക്ഷങ്ങളാ. ആ വൃക്ഷങ്ങൾ കൈ ഉയർത്തിപ്പിടിച്ച പോലെ ശിഖിരങ്ങൾ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നത് പക്ഷികളെ മാടി വിളിക്കുന്നത് പോലെയായിരുന്നു എന്നാണ് അവിടെ പറയുന്നത്. പിന്നെ വ്രജന്തം ഇവ മാതംഗൈ, മാതംഗം എന്ന് വെച്ചാൽ ആനകൾ, വ്രജന്തം ഇവ നടക്കുന്ന പോലെയുള്ള ഒരു ശബ്ദം ഉണ്ടായിരുന്നു എന്ന്. ഗൃണന്തം ഇവ ഒരു ശബ്ദം, നിർജരൈ ജലപ്രവാഹങ്ങൾക്ക്, ആന നടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന പോലെയുള്ള ഒരു ശബ്ദധ്വനി അവിടുത്തെ ജലപ്രവാഹങ്ങൾക്ക് മുഴുവൻ ഉണ്ടായിരുന്നു കൈലാസത്തിൽ. ഇനി 14ഉം 15ഉം ശ്ലോകം ഒരുമിച്ച്, അതായത് അവിടെയുള്ള പുഷ്പങ്ങൾ, ചെടികൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് വെറുതെ കേൾക്കാൻ മാത്രമേ പറ്റുള്ളൂ, പലതും എന്താണെന്ന് പോലും നമുക്കറിയില്ല. മന്ദാരൈഹി പാരിജാതൈഹി ച സരളൈഹി ച ഉപശോഭിതം തമാലൈഹി സാലതാലൈഹി ച കോവിദാര ആസന അർജുനൈഹി ചൂതൈഹി കദംബൈഹി നീബൈഹി ച നാഗ പുന്നാഗ ചമ്പകൈഹി പാടല അശോക ബഗുളൈഹി കുന്ദൈഹി കുരബകൈഹി അഭി. ഒന്നുകൂടി വായിക്കണോ? മന്ദാരൈഹി പാരിജാതൈഹി ച സരളൈഹി ച ഉപശോഭിതം തമാലൈ സാലതാലൈഹി ച കോവിദാര ആസന അർജുനൈഹി ചൂതൈഹി കദംബൈഹി നീബൈഹി ച നാഗ പുന്നാഗ ചമ്പകൈഹി പാടല അശോക ബഗുളൈഹി കുന്ദൈഹി കുരബകൈഹി അഭി. അപ്പോൾ ഇത്രയും ചെടികൾ എന്തൊക്കെ കൈലാസപർവ്വതത്തിൽ കാണുന്ന നാനാവിധ വൃക്ഷങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ താഴെ പറയുന്ന പേരുകൾ: മന്ദാരം, പാരിജാതം, സരളം, തമാലം, താല, കോവിദാരം, ആസനം, അർജുനം, അമരജാതി അതാണ് ഒരു തരം മാവാണത്, കദംബം, ധൂളിക്കദംബം, നാഗം, പുന്നാഗം, ചമ്പകം, പാടലം, അശോകം, ബഗുളം, കുന്ദ, കുരബകം തുടങ്ങിയ സുഗന്ധങ്ങളായ പുഷ്പങ്ങൾ കൊണ്ട് മനോഹരമായി അലങ്കൃതമായിരുന്നു ആ കൈലാസം. അപ്പം അത്രയും പുഷ്പങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്ന്. ശ്ലോകം 16. സ്വർണാർണ ശതപത്രൈശ്ച വരരേണുക ജാതിഭിഹി കുബ്ജഗൈഹി മല്ലികാഭിഹി ച മാധവീഭീശ്ച മണ്ഡിതം. സ്വർണാർണം, സ്വർണത്തിൻ്റെ വർണ്ണമുള്ള ശതപത്രൈ, താമരകളോട് കൂടിയ വരരേണുക ജാതിഭിഹി, വരകളും രേണുകളും മാലതികളും ഇതൊക്കെ അവിടുത്തെ ചെടികളാണ്. കുബ്ജഗൈഹി, കുബ്ജങ്ങളോട് കൂടിയ, മല്ലികാഭിഹി, മല്ലികകളോട് കൂടിയ, മാധവിഭിഹി, മാധവികളും മണ്ഡിതം അലങ്കരിക്കപ്പെട്ടിരുന്നു. സ്വർണ്ണവർണ്ണമുള്ള താമരകൾ, സുഗന്ധവ്യഞ്ജന വൃക്ഷങ്ങൾ, മാധവി, മാലതി, കുബ്ജ, മല്ലിക തുടങ്ങിയ മറ്റു വൃക്ഷങ്ങളാലും കൈലാസം അലങ്കരിക്കപ്പെട്ടിരുന്നു എന്നാണ് ആ വൃക്ഷങ്ങളുടെ പേരുകളാണ് പറയുന്നത്. ഇനി പക്ഷികളൊക്കെ ഏതൊക്കെ വീതം പക്ഷികൾ ഉണ്ടായിരുന്നു എന്നാണ് 17 പറയുന്നത്. പനസ, ഉദംഭര, അശ്വത്ഥ, പ്ലക്ഷ, വൃക്ഷങ്ങളാണ് കേട്ടോ, പക്ഷികളല്ല. പനസ, ഉദുംബര, അശ്വത്ഥ, പ്ലക്ഷ, നഗ്രോധ, ഹിഗുംഭിഹി, ബുർജൈഹി, ഔഷധിഭിഹി, പൂഗൈഹി, രാജപൂഗൈഹി ച ജംബൂഭി. പനസ എന്ന് വെച്ചാൽ പ്ലാവ്, അതാണ് പനസ എന്ന് പറഞ്ഞാൽ പ്ലാവ്. ഉദംബ എന്ന് വെച്ചാൽ അത്തിമരം. പിന്നെ അശ്വത്ഥം എന്ന് പറഞ്ഞാൽ അരയാൽ വൃക്ഷം. പിന്നെ പ്ലക്ഷം എന്ന് പറഞ്ഞാൽ പേരാല്. നൈഗ്രോധ എന്ന് പറഞ്ഞാൽ വേറൊരു തരം ആൽ വൃക്ഷമാണ്. ഹിഗുംഭിഹി എന്ന് പറഞ്ഞാൽ പെരുങ്കായം, അതിൻ്റെ വൃക്ഷം. പിന്നെ ബൂർജൈ ഔഷധിഭിഹി എന്ന് വെച്ചാൽ ഔഷധ ചെടികൾ. പൂഗൈ അതായത് പൂഗങ്ങളോട് കൂടിയ, രാജപൂഗം, അതുപോലെ ജംബൂബി ഇവയോടൊക്കെ കൂടിയിട്ടുള്ള ചെടികളും വൃക്ഷങ്ങളും, ആ വലിയ വലിയ വൃക്ഷങ്ങൾ. അപ്പം പ്ലാവ് ഉണ്ടായിരുന്നു, അത്തി, അരയാൽ, പേരാല്, പിന്നെ പെരുങ്കായം, നൈഗ്രോധം, പിന്നെ
മറ്റ് ഔഷധ ചെടികൾ ഭുർജങ്ങളാലും പിന്നെ പുകങ്ങളാലും രാജപൂകങ്ങളാലും ജംബൂകങ്ങളോടും കൂടിയവയായ എല്ലാ വൃക്ഷങ്ങളും അങ്ങനെ കൈലാസത്തിൽ ഉണ്ടായിരുന്നു. ഒരെണ്ണോടിയും കഴിഞ്ഞാൽ നിർത്താല്ലേ. ശ്ലോകം 18. ഗർജൂര ആമ്രതക ആദ്യൈഹി പ്രിയാള മധുക ഇംഗുദൈഹി ദ്രുമജാതിഭിഃ അന്യൈശ്ച രാജിതം വേണുകീചകൈഃ. ഗർജൂര ആമ്രതക ആമ്ര ആദൈഃ പ്രിയാല മധുക ഇംഗുദൈഃ ദ്രുമജാതിഭിഃ അന്യൈശ്ച രാജിതം വേണുകീചകൈഃ. ഇത്തിരി ടഫാ വായിക്കാൻ. ഗർജൂര ആമ്രതക ആമ്ര ആദ്യൈ. ഗർജൂരങ്ങളും ആമ്രതകങ്ങളും ആമ്രങ്ങളും മറ്റും പ്രിയാല മധുക ഇംഗുദൈ പ്രിയാലങ്ങളോടുകൂടിയ മധുകങ്ങളും ഇംഗുതങ്ങളോടും കൂടി ദ്രുമജാതിഭിഹി വിവിധ തരം വൃക്ഷങ്ങളാൽ അന്യേ ഇനി മറ്റു വൃക്ഷങ്ങളാലും വേണുകീചകൈ എന്ന് വെച്ചാൽ ഈ മുളകളിങ്ങനെ ആടുമ്പോൾ ഒരു സൗണ്ട് വരില്ലേ, അതാണ് വേണുക്കളാലും മുളകളുടെ ആ ആട്ടം കൊണ്ടുണ്ടാകുന്ന ശബ്ദത്താലും രാജിതം കൈലാസപർവ്വതം ഇങ്ങനെ ശോഭിച്ചു നിന്നു എന്ന്. അപ്പോൾ പലതരത്തിലുള്ള ഇവിടെ മാവുകൾ, അതായത് ഈ ഗർജൂര ആമ്രാതക എന്നൊക്കെ പറയുന്ന മാവുകൾ, പ്രിയാലങ്ങൾ, മധുകങ്ങൾ, ഇംഗുതങ്ങൾ, ഇവയ്ക്ക് പുറമേ നേർത്ത മുളകൾ, ഇതിൻ്റെയൊക്കെ ദ്വാരങ്ങളിൽ നിന്നും വരുന്ന ശബ്ദങ്ങൾ, ഇവയെല്ലാം കൊണ്ടും അലങ്കരിക്കപ്പെട്ടതായിരുന്നു കൈലാസപർവ്വതം എന്ന്. അപ്പോൾ കൈലാസ വർണ്ണന കഴിഞ്ഞിട്ടില്ല, ഇനിയും കുറേ ശ്ലോകങ്ങൾ കൂടിയുണ്ട് കൈലാസ വർണ്ണന. അപ്പോൾ ഇതിൻ്റെ ബാക്കി നമുക്ക് നാളെ നോക്കാം. അപ്പോൾ ബ്രഹ്മദേവനുമൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ദേവന്മാരും കൂടി ഭഗവാനോട് ക്ഷമ ചോദിക്കാനായി പോയിക്കൊണ്ടിരിക്കുന്ന ആ കൈലാസത്തിലേക്ക് പോകുമ്പോൾ ഉള്ള അവർ കാണുന്ന കൈലാസത്തിൻ്റെ വർണ്ണനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.